മൈ ഡിയർ ഫ്രണ്ട്സ്, ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നല്ലോ അല്ലേ? എന്നിലെ സങ്കല്പം എന്ന യൂട്യൂബ് ചാനലിലോട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ലവ് യു ഓൾ, ഹാപ്പി ലൈഫ്. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ സങ്കല്പം എന്ന ഈ ചാനൽ നിങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും സ്പർശിക്കുന്ന എൻ്റെ അനുഭവങ്ങൾ, പുതിയ ചിന്തകൾ ഒക്കെയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് കേട്ടോ. ഈ നിമിഷത്തിൽ ജീവിക്കുക, എപ്പോഴും നമ്മുടെ ചിന്തകളെ പറ്റി ചിന്തിക്കുക, നമുക്ക് ലൈഫിലുള്ള കാര്യങ്ങളെ ഓർത്ത് സന്തോഷം കണ്ടെത്തുക. പലരും പറഞ്ഞു തരുന്ന അറിവുകളും കണ്ടും കേട്ടും അറിയുന്ന അറിവുകളും നമ്മൾ കേട്ട് മറക്കാതെ പറ്റുന്നതൊക്കെ സ്വയപരിവർത്തനത്തിലൂടെ നടപ്പാക്കുമ്പോൾ മാത്രമേ ആ കേട്ടറിഞ്ഞ അറിവുകൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അറിഞ്ഞും അറിയാതെയും തെറ്റിലൂടെയും ശരിയിലൂടെയും മറ്റുള്ളവരുടെ കുറ്റവും കുറവും കൊതിയും നുണയുമൊക്കെ നിരന്തരം പറഞ്ഞ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. ഒരു പ്രായപരിധി കഴിയുമ്പോൾ ഉണ്ടല്ലോ, യൂണിവേഴ്സ് നമ്മളെ ഇതിൽ നിന്നൊക്കെ മോചിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ അറിവുകൾ, ആത്മീയ ചിന്തകൾ, പല വ്യക്തികളെയും സാഹചര്യങ്ങളെയും നമ്മുടെ മുൻപിൽ എത്തിച്ചു നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നൊക്കെ അറിയുന്ന അറിവുകൾ ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റത്തിന് തയ്യാറാവുന്ന വ്യക്തികളുടെ മുൻപിലേക്ക് പല പരീക്ഷണങ്ങളുമായി യൂണിവേഴ്സ് എത്തും. ആദ്യം എല്ലാവരിൽ നിന്നും നമ്മളെ ഒറ്റപ്പെടുത്തും. പരിഹാസവും നിന്ദയും അവഗണനയും കുറ്റപ്പെടുത്തുകളും നിരന്തരം നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അങ്ങനെ നിരന്തരം തോറ്റ് അവസാനം എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂവെന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അങ്ങനെ സ്വയം ചിന്തിച്ച് തിരിച്ചറിഞ്ഞു തുടങ്ങുന്ന നിമിഷം, ഞാൻ ആരാണ്, എന്തിനാണ് ഞാൻ ഈ ഭൂമിയിലോട്ട് വന്നത്, എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യം, ഇത്രയും നാൾ ഞാൻ അച്ഛന് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും കുട്ടികൾ, ഭർത്താവ്, മക്കൾ, ബന്ധുക്കൾ ഇവർക്കൊക്കെ വേണ്ടി ജീവിച്ച് തീർന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ജീവിച്ച് മരിച്ചാൽ മതിയോ എന്ന ചിന്ത നമ്മളെ അലട്ടാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ ഈ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുന്ന പ്രതിസന്ധി നിന്നും സ്വയം മോചനം നേടാൻ പല വഴികളുടെയും സഞ്ചരിച്ചു തുടങ്ങും. അങ്ങനെ സ്വയം മാറ്റത്തിന് തയ്യാറാകുന്നവരുടെ മുൻപിലേക്ക് യൂണിവേഴ്സ് കരങ്ങൾ നീട്ടി വിളിക്കും. സത്യത്തിലേക്ക് നടന്നെടുക്കൂ, പ്രകൃതിയെ സ്നേഹിക്കൂ, സർവ്വത്തിലും ചൈതന്യത്തെ കണ്ടെത്തി മുന്നോട്ട് ജീവിക്കൂ. പ്രകൃതി നിരന്തരം എല്ലാത്തിനോടും പരിണമിച്ചിരിക്കുന്നു. യൂണിവേഴ്സ് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കും. ജീവിതത്തിൻ്റെ പാതി വഴിയിലായിരിക്കും നമ്മൾ ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. ആയതിനാൽ അതിശക്തമായ പല പരീക്ഷണങ്ങളും നമുക്ക് നേരിടേണ്ടി വരും. ജോലി, ധനം, വീട്, കുടുംബ പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ നമ്മളെ യൂണിവേഴ്സ് എത്തിച്ചേർക്കും. ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ ചിന്തിച്ചു പോകുന്ന നിമിഷം ആ ഒറ്റപ്പെടൽ നമുക്ക് പൂർണ്ണമാകുകയുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പരിഹാരമായി യൂണിവേഴ്സ് നമ്മളെ സഹായിക്കാൻ എത്തും. എങ്ങനെയെന്നാൽ ജീവിതത്തിൻ്റെ പാതി വഴിയിലാണല്ലോ ഈ സത്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. ആദ്യം ഒരു കുഞ്ഞ് പിറന്നു വീണ അവസ്ഥ നമുക്ക് വീണ്ടും എത്തിച്ചേർക്കും. വരൂ, എഴുന്നേൽക്കൂ, നടക്കൂ. യൂണിവേഴ്സ് കൈനീട്ടി വിളിക്കും. നമ്മളെ നിരന്തരം വിളിച്ചുകൊണ്ടേയിരിക്കും. ആദ്യം കിടന്ന്, പിന്നെ എഴുന്നേറ്റിരുന്ന്, പലതവണ വീണ്, പിന്നെ നടന്ന്, പലതവണ വീണ് ദേഹം മുഴുവൻ മുറിവും പൊട്ടലും വേദനയും ഒക്കെ ഉണ്ടാകുന്നു. അതെല്ലാം സഹിച്ച് അതിശക്തമായി ഉയർത്തെഴുന്നേറ്റ് നമ്മൾ ലക്ഷ്യത്തിലേക്ക് ഒരടി ഓടിച്ചെല്ലുമ്പോൾ യൂണിവേഴ്സ് 10 അടി നമ്മളിലോട്ട് ഓടി വരും. അങ്ങനെ ഓടിയും നടന്നും നമ്മൾ ഇരുകൈയും നീട്ടിപ്പിടിച്ചിരിക്കുന്ന യൂണിവേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരും. നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ദുഃഖവും ദുഷിപ്പും അലിഞ്ഞില്ലാതെയായി പുതിയൊരു വ്യക്തിയായി നമ്മൾ മാറിയിരിക്കും. അങ്ങനെ പ്രകൃതിയെ സ്നേഹിക്കുന്ന നിമിഷം വന്നു ചേരുന്നു. ഈശ്വരൻ എന്നത് നമ്മുടെ ആത്മസ്വരൂപം തന്നെയാണ്. പ്രാർത്ഥനയും ജപവും കീർത്തനവുമൊക്കെ അകലെ ഇരിക്കുന്ന ഈശ്വരന് വേണ്ടിയല്ല, നമ്മെ തന്നെ ശുദ്ധീകരിക്കാനാണെന്ന് തിരിച്ചറിയുക. ഈശ്വരൻ നമ്മളിൽ നിന്നും വിഭിന്നവുമല്ല. ശാശ്വതമായ ശാന്തിയെയും ആനന്ദത്തെയും അറിയാൻ ആ പ്രേമസ്വരൂപനുമായി ഒന്നായി തീരുവാനുള്ള തേങ്ങൾ ഓരോ ജീവനിലുമുണ്ട്. അങ്ങനെ സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ കണ്ടെത്തി നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് ജീവിക്കുക. പുതിയ അറിവുകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് മാറ്റത്തിന് തയ്യാറായി എൻ്റെ ജീവിതത്തിൽ തോറ്റതും വിജയിച്ചതുമായ അനുഭവങ്ങളും നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പല പ്രതിസന്ധിയും പ്രശ്നം തരണം ചെയ്ത് ഞാൻ ഇതൊക്കെ ഇവിടെ പറയുന്നത് എൻ്റെ ഈ വാക്കുകൾ കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനമുണ്ടാകട്ടെ എന്ന് കരുതിയാണ്. നിങ്ങളൊക്കെ ഒപ്പം സഞ്ചരിക്കുവാൻ എത്തുന്നു. കേൾക്കാൻ നിങ്ങൾ റെഡിയല്ലേ? പറയാൻ ഞാൻ ഒരുക്കമാണ് കേട്ടോ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആത്മസ്വരൂപർക്കും ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹാപ്പി ലൈഫ്. താങ്ക് യു യൂണിവേഴ്സ്. ലവ് യു. എൻ്റെ അനുഭവങ്ങളും പാട്ടുകളും കഥകളും പുത്തൻ ചിന്തകളും ആശയങ്ങളുമായി എല്ലാ ദിവസവും നിങ്ങളോടൊപ്പം ഞാൻ എത്തുന്നുണ്ടേ. എന്നെ കേൾക്കാൻ നിങ്ങൾ റെഡിയല്ലേ? പറയാൻ ഞാൻ ഒരുക്കമാണ് കേട്ടോ. എല്ലാവർക്കും സന്തോഷമായൊരു ദിവസം ആശംസിക്കുന്നു.
എൻ്റെ ഈ വാചകങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു യൂണിവേഴ്സ്. ലവ് യു ഓൾ.